വനജ എം നായർ അമ്മ എറണാകുളത്താണ്. നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് നമ്മുടെ ഈ ഭാഗവത കുടുംബത്തിൽ നേരത്തെ തന്നെ കാലങ്ങളായിട്ട് ഉള്ള ആളാണ്. ഇപ്പൊ കൂടുതൽ ഉപാസനകളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പല ഗാർഹികമായിട്ടുള്ള പല തിരക്കുകളും എല്ലാവർക്കും ഉണ്ട് അല്ലേ, എങ്കിൽ പോലും മനസ്സ് മുഴുവൻ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കോണ്ടാക്ട് എപ്പോഴും ചെയ്യുന്ന ആളാണ് വനജ എം നായർ അമ്മ. നമുക്ക് ചതുർത്ഥ സ്കന്ധത്തില് പുരഞ്ജനോപാഖ്യാനത്തിന്റെ മധ്യഭാഗം 27ാമത്തെ അധ്യായം നമുക്ക് ഇവിടെ പറഞ്ഞിരുന്നു. നമുക്ക് എല്ലാ മര്യാദകളോടുകൂടി അമ്മയെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. ചതുർത്ഥ സ്കന്ധം 27ാമത്തെ അധ്യായം പറയുവാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സുസ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ഭാഗവത കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. തിരുമേനിക്കും അച്ഛൻ തിരുമേനിക്കും പാദ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അഗജാനന പത്മാർക്കം ഗജാനന മഹനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. മഹാഗണപതയേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മത് ആചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. പീതാംബരം കരവിദാജിതജംബുജക്ര കൗമോദഗീ സരസിദം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ സരസ്വതി ദേവിയേ ശരണം. ശ്രീമദ് ഭാഗവതത്തില് ചതുസ്കന്ധത്തില് 27ാമത്തെ അധ്യായമാണ് എനിക്കിന്ന് പറയാനുള്ളത്, കാലകന്യാചരിതം. അതിനു മുമ്പായി ചതുസ്കന്ധത്തില് 31 അധ്യായങ്ങളുണ്ട്. അത് എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടി എന്ന് അർത്ഥമാക്കുന്ന വിസർഗം എന്ന ഈശ്വര ലീലയെ പറ്റിയാണ് അതിൽ പറയുന്നത്. അതിൽ ആദ്യം ദക്ഷയാഗം, മനുപുത്രി ചരിതം, അത് കഴിഞ്ഞ് ധ്രുവചരിതം, അത് കഴിഞ്ഞ് പൃഥുചരിതം, ലാസ്റ്റില് 25 തുടങ്ങി 29 വരെയുള്ള അധ്യായങ്ങളിൽ പുരഞ്ജന ഉപാഖ്യാനം ആണ് പറയുന്നത്. അതിൽ 27ാമത്തെ അധ്യായമാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ 27ാമത്തെ അധ്യായം കാലകന്യ ചരിതം. ഒരു വളരെ ഹ്രസ്വമായിട്ട് ഒന്ന് പറയാം. എനിക്ക് അത്രയ്ക്കും അറിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയതിനെ പറ്റി ഞാൻ പറയാം. ഇത് അനുസ്മരിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പോകാം. എന്താന്ന് വെച്ചാല്, നാരദ മഹർഷി പ്രജേതസുകൾക്ക് മോക്ഷത്തിന്റെ ഉള്ള തത്വം ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നാരദ മഹർഷി തന്നെ മനസ്സിൽ വിചാരിച്ചു, പ്രജേതസുകളുടെ അച്ഛനായ പ്രാചീന ബർഹിസിനും കൂടി മോക്ഷം കൊടുക്കാനുള്ള തത്വത്തെ ഉപദേശിക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ രാജധാനിയിലെത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം മഹർഷിയെ നല്ല പാദപൂജയൊക്കെ ചെയ്ത് ഇരുത്തി. എന്നിട്ട് രാജാവ് തന്നെ അങ്ങോട്ട് പറയുണ്ടായി, ഞാൻ രാജാവാണെങ്കിൽ ലോകം മുഴുവൻ ദർഭ പിരിച്ച് അനേകം യാഗങ്ങളെല്ലാം ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ കിട്ടിയത്. അപ്പോ അദ്ദേഹം തന്നെ അങ്ങോട്ട് മഹർഷിയോട് പറയുകയുണ്ടായി, ഞാൻ കുറെ യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്തിട്ടും എനിക്ക് യാതൊരു മനസ്സിനൊരു സ്വസ്ഥതയും എനിക്ക് കിട്ടുന്നേ ഇല്ല. അപ്പോ എന്താ ചെയ്യാൻ അറിയില്ല. അപ്പൊ മഹർഷി എനിക്ക് ജ്ഞാനം ഉപദേശിച്ചു തരണം എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി. നാരദ മഹർഷി പോയത് തന്നെ അതിനാണ്, അദ്ദേഹത്തിന് മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് എത്തിയത്. അപ്പൊ നാരദ മഹർഷി വിചാരിച്ചു, ഞാൻ ഒരു കഥാരൂപത്തില് ഈ ഇത് പറഞ്ഞു കൊടുത്താല് രാജാവിന് നല്ലോണം മനസ്സിലാകും. എന്ന് വെച്ചാൽ രാജാവിന് ഒരു ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ കർമ്മങ്ങളിൽ ഇങ്ങനെ നിരതരായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഭഗവാനിലുള്ള ജ്ഞാനമില്ല. ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിന് അശാന്തി ഉണ്ടാവാൻ തന്നെ കാരണം. അത് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ ഒരു കഥാരൂപത്തിൽ ഞാൻ അത് മനസ്സിലാക്കി കൊടുക്കാം
അപ്പൊ രാജാവിന് വളരെ സന്തോഷമാവും, മനസ്സിലാവും ചെയ്യും. നമ്മളുമൊക്കെ അങ്ങനെയാണല്ലോ, വെറുതെ എന്തെങ്കിലും തത്വം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അതൊരു കഥയിൽ പറഞ്ഞു തരുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതാണ് പുരഞ്ജന ഉപാഖ്യാനം. ഇത് 25 മുതൽ 29 വരെയുള്ള അധ്യായമാണ്. അതിൽ 27ാമത്തെ അധ്യായമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ പുരഞ്ജനൻ എന്ന ഒരു രാജാവ് ഉത്കൃഷ്ടമായ ഒരു രാജധാനി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലമാണ് കേട്ടോ ഇത്. ഇങ്ങനെ തെക്കോട്ട് ഹിമവൽഗിരിയുടെ തെക്കേ അറ്റത്തു ഇങ്ങനെ നടക്കുമായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അതിമനോഹരമായ ഒരു 9 വാതിലുകളുള്ള ഒരു പുരത്തെ കണ്ടുവെന്നും അവിടെ ഒരു സുന്ദരിയും പ്രമോദോത്തമയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് വളരെ ധാരാളം സഖിമാരുണ്ട്. പിന്നെ കൂടാതെ 5 തലയുള്ള ഒരു സർപ്പവും ഉണ്ട് ആ സ്ത്രീയുടെ കൂടെ. അപ്പോ രാജാവ് ഇത് കണ്ടപ്പോ രാജാവ് തന്നെ വിചാരിച്ചു, ഇത് നല്ലതാണല്ലോ, എനിക്ക് അനുയോജ്യമായ ഒരു സ്ത്രീയാണ്, വീടാണ്, മീൻസ് കൊട്ടാരം ആണ് എന്ന് വിചാരിച്ചിട്ട് രാജാവ് എന്തു ചെയ്തു, ആ സ്ത്രീയെ ോടും പരിവാരങ്ങളോടും പറഞ്ഞു, നിങ്ങൾ 100 വർഷം എൻ്റെ കൂടെ ഇരിക്കൂ, എൻ്റെ കൂടെ താമസിക്കൂ, എന്നോടൊപ്പം വാഴൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വീകരിച്ചു. ഇവിടെ പുരഞ്ജനൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം. ഈ ശരീരത്തിനെയാണ് പുരഞ്ജനനായി ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതില് 9 വാതിലുകൾ എന്ന് പറഞ്ഞാൽ 9 ദ്വാരങ്ങൾ, നമ്മുടെ ശരീരത്തിൽ 9 ദ്വാരങ്ങൾ, അതിനെയാണ് 9 വാതിലുകളായി ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സുന്ദരിയും പ്രമോദോത്തമയുമായ സ്ത്രീ എന്ന് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ബുദ്ധി എന്നും പ്രമോദോത്തമ എന്ന് പറഞ്ഞാൽ ബുദ്ധി എല്ലാത്തിനെയും ഭ്രമിപ്പിക്കും. എല്ലാം എന്ത് കണ്ടാലും അത് നമ്മളെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകും. അതാണ് ബുദ്ധി നമ്മളെ ചെയ്യിക്കുന്നത്. നമ്മൾ ജ്ഞാനമില്ല, അതിൽ നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ സഖിമാർ എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം, മനസ്സ്, ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് സഖിമാരായിട്ട് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇത് 5 തലയുള്ള സർപ്പം എന്ന് പറയുന്നത് എന്താണ്? പ്രാണൻ. പിന്നെ പ്രാണന്റെ പഞ്ചവൃത്തികളെയാണ് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനനൻ, സമാനനൻ, ഇതിനെയാണ് ഇവിടെ 5 തലയായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ പുരഞ്ജനൻ എന്നത് നമ്മുടെ ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് അനേകം ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു, എന്നിട്ടും എന്തായില്ല? മോക്ഷം കിട്ടിയില്ല, ഭഗവാന്റെ പാദത്തിലേക്ക് ചേർന്നിട്ടില്ല. കാരണം എന്താ? ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല ഇതിന്റെ. അപ്പൊ എന്തോ കുറെ വാസനകൾ ഉള്ളിൽ കിടക്കുവാണ്. അപ്പൊ വീണ്ടും ഒരു ശരീരം ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിനെയാണ് പുരഞ്ജനൻ പുരം സ്വീകരിച്ചു, ഒരു പുരത്തെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അത് പുരഞ്ജനനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ 9 ദ്വാരങ്ങളെയും പ്രാണനെയും ബുദ്ധിയെയും പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബുദ്ധിമതി എന്ന് പറഞ്ഞാല് എല്ലാത്തിനെയും പ്രമോദോത്തമ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഭ്രമിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നവളെയാണ് അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇതിനെ കണ്ടപ്പോ തന്നെ, ഈ സ്ത്രീയെ കണ്ടപ്പോ തന്നെ പുരഞ്ജനി എന്നൊരു പേരും ഇട്ടു അദ്ദേഹം. പുരഞ്ജനി, ആ അത് ബുദ്ധിയാണ്. അപ്പൊ ഇനിയാണ് അടുത്ത് 1 മുതൽ 5 വരെയുള്ള ശ്ലോകം കൊണ്ട് നാരദര് രാജാവിനോട് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ പുരഞ്ജനൻ ഈ അനുനയ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും പുരഞ്ജനിയെ അവളെ സന്തോഷിപ്പിച്ചു, വശത്താക്കി. വിവേകം നശിച്ചവനായും സ്ത്രീ തന്നെ സർവവും എന്ന ഭാവത്തോടു കൂടി കഴിഞ്ഞു വന്ന പുരഞ്ജനൻ കാലത്തിന്റെ വേഗത്തെ പറ്റി ആലോചിച്ചതേയില്ല. കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഈ ഇന്ദ്രിയങ്ങളെ സുഖങ്ങൾ അനുഭവിച്ച് കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ മഹാമനസ്സിനായ അദ്ദേഹം വർദ്ധിച്ച മതത്തോടുകൂടി ഭാര്യയാണ് എല്ലാം എന്ന് വെച്ചാൽ ഈ പുരഞ്ജനി, ഈ ബുദ്ധിയിൽ എന്തെല്ലാം നടക്കുന്നു അതെല്ലാമാണ് സർവവും എന്ന് വിചാരിച്ച് ബുദ്ധിക്ക് അങ്ങ് അടിമയായി. അവൾ തന്നെ ഏറ്റവും പരമം എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞു വന്നു. അപ്പൊ അജ്ഞാനത്തിന് അടിമപ്പെട്ടതുകൊണ്ട് എന്തായേ? അദ്ദേഹത്തിന്റെ നിജസ്ഥിതി എന്താണ്, ഈ മനുഷ്യജന്മം എന്തിനു കിട്ടി എന്നുള്ളത് തന്നെ അദ്ദേഹം മറന്നുപോയി. അപ്പൊ
അങ്ങനെ രമിച്ചു പുരഞ്ജനന്റെ യൗവനം അരനിമിഷം പോലെ അങ്ങ് കടന്നുപോയി. അറിഞ്ഞതേ ഇല്ല. ഈ രമിച്ചും പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖങ്ങൾ അനുഭവിച്ച് ഈ യൗവനം അങ്ങ് കടന്നുപോയി. അടുത്ത് 6 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ കൊണ്ട് പുരഞ്ജന്റെ ഗൃഹസ്ഥാശ്രമത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ സാമ്രാട്ടായ പുരഞ്ജനൻ അവളിൽ 111 പുത്രന്മാരും മാതാപിതാക്കൾക്ക് യശസ് ഉണ്ടാക്കുന്ന 110 പുത്രിമാരും ഉണ്ടായി. പിന്നെ പാഞ്ചാലധിപനായ അദ്ദേഹം വംശവർദ്ധനയ്ക്ക് സഹായിക്കുന്നവരായ പുത്രന്മാരെ വിവാഹം കഴിപ്പിച്ചു. പുത്രിമാരെ അതുപോലെ നല്ല ആൾക്കാരെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അവരെ കൊണ്ട് പാഞ്ചാല രാജ്യം ഫുള്ള് രാജധാനി പരിവാരങ്ങള് പുത്രപൗത്രാദികള് അങ്ങനെ നിറഞ്ഞു. മുതലായവയിൽ മമത വർദ്ധിച്ച് പുരഞ്ജനൻ വിഷയാസക്തനായി തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം എന്റേതാണ്, ഈ കാണുന്നതെല്ലാം ഞാനാണ്, എൻ്റെ ഇതുകൊണ്ടാണ്, എൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഉണ്ടായത്, ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഈ രാജ്യം എന്റേതാണ് എന്നൊരു മമത വച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോ ഇവിടെ എന്താ പറയുകയെന്ന് വെച്ചാല്, പ്രാചീന ബർഹിസ് ഭവാനെ അപ്പൊ നാരദ മഹർഷി വീണ്ടും പറഞ്ഞു കൊടുക്കുവാണ്, പ്രാചീന ബർഹിസെ ഭവാനെ പോലെ തന്നെ നാനാവിധ ആഗ്രഹങ്ങളോട് കൂടിയ പുരഞ്ജനൻ പശുഹിംസാപരങ്ങളും ഘോരങ്ങളായ യജ്ഞങ്ങൾ നടത്തി ദേവന്മാരെയും പിതൃക്കളെയും എല്ലാം യജിച്ചുകൊണ്ടേയിരുന്നു. ഗ്രഹകാര്യങ്ങളിൽ സക്തനും ശ്രേയസ്കരമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ പുരഞ്ജനനെയും പ്രിയകളായ സ്ത്രീകൾ ഒട്ടും പ്രിയപ്പെട്ടതല്ലാത്തതുമായ എന്തു വന്നു? വാർദ്ധക്യം വന്നു. വാർദ്ധക്യം വരുമ്പോഴത്തേക്കും ഈ യൗവനകാലത്ത് സകലതും മാറുമല്ലോ. അപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ വിട്ടുപോകും വാർദ്ധക്യം വരുമ്പോ. അപ്പൊ എന്തായേ? അപ്പൊ ഇതില് 111 പുത്രന്മാർ എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ദ്രിയങ്ങളുടെ നാനാ പരിവിധ വൃത്തി പരിണാമങ്ങളെയാണ് ഈ 111 പുത്രന്മാരായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനേക ആഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നതാണ് അത്. അതിൽ കുറെയൊക്കെ സാധിക്കും, കുറെ സാധിക്കില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം നടക്കുക, മുന്നോട്ട് പോവുക. അപ്പൊ ഈ സൗശീലാദി ഗുണസമ്പന്നയായ പുത്രിമാർ എന്നിവിടെ സൂചിപ്പിച്ചത് എന്താണ്? ബുദ്ധിയുടെ വൃത്തിഗുണങ്ങൾ. അതെന്താണ്? ലജ്ഞ, കരുണ. ഇതാണ് സൗശീലാദി ഗുണങ്ങളായി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുത്രപൗത്രന്മാരെന്ന് പറഞ്ഞാല് ജനനഭരണ സംസാര ചക്രത്തിന് കാരണമായ പാപങ്ങൾ. അപ്പൊ അദ്ദേഹം നമ്മളിങ്ങനെ എന്താണ്, പുരഞ്ജനൻ കുറെ പാപങ്ങള് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഈ പുത്രപൗത്രന്മാരായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അടുത്ത് 13 തൊട്ട് 18 വരെയുള്ള ശ്ലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തെ പറ്റിയാണ് പറയുന്നത്. ഈ സമയത്ത് എന്തായേ? ഇതിൽ 13ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ചണ്ഡവേഗ ഇതിഖ്യാതോ ഗന്ധർവാദി പതിർനിർവ ഗന്ധർവാസ്തസ്യ ബലിന ഷഷ്ട്യുത്തര ശതത്രയം. അപ്പൊ ഈ സമയത്ത് എന്തായേ? ചണ്ഡവേഗൻ എന്ന ഒരു ഗന്ധർവൻ തന്റെ 360 ബലവാന്മാരായ അനുചരന്മാരോടുകൂടി പുരഞ്ജനപുരത്തെ ആക്രമിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അത്ര തന്നെ കറുത്തതും വെളുത്തതുമായ ഭർത്തൃമതികളും ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഓരോരുത്തരായി ഭോഗവസ്തുവായ ഈ പുരഞ്ജനന് നിർമ്മിതമായ ഈ പുരഞ്ജനപുരിയെ ആക്രമിച്ചപ്പോൾ ഒരാള് കാത്തുനിന്നു. അതാരാണ്? പ്രജാകരൻ. അതിത്തെ ചണ്ഡവേഗാനുചര പുരഞ്ജനപുരം യഥാ കർത്തുമാരേ ഫിരേ തത്ര പ്രത്യക്ഷേധ പ്രജാകര. അപ്പൊ ഈ പ്രജാകരൻ എന്നിവിടെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? അത് സർപ്പം. ഈ സർപ്പത്തെയാണ്. സർപ്പം നമ്മുടെ പ്രാണനാണ്. ആ പ്രാണൻ ഈ വാർദ്ധക്യത്തിലും ഇങ്ങനെ ഓരോന്ന് ക്ഷയിക്കാൻ തുടങ്ങിയപ്പോഴും ഇങ്ങനെ പ്രാണൻ നമ്മളെ കാത്തുകൊണ്ടേയിരുന്നു. പുരഞ്ജനപുരത്തിന്റെ രക്ഷാധിപനായ ആ സർപ്പം ഏകനായി 100 വർഷം ഈ 720 ഗന്ധർവിമാർ എന്ന് പറഞ്ഞാൽ രാത്രി 360 ഗന്ധർവന്മാരും 360 ഗന്ധർവിമാരും ഉണ്ടായിരുന്നല്ലോ, എതിരിട്ട് നിന്നു. ഏകനായി അനേകം പേരോട് പൊരുതേണ്ടി വന്നതിനാൽ അവസാനം എന്തായ? ഈ പ്രാണനും അങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങി. പ്രജാകരനെ കുറിച്ച് അപ്പൊ പ്രജാകരൻ പ്രാണനും ക്ഷീണിച്ചു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി. കണ്ണു കാണാൻ വയ്യ, നടക്കാൻ വയ്യ,
ചെവി കേൾക്കാൻ വയ്യ, വായ്ക്ക് രുചിയില്ല, ശരീരം മുഴുവൻ വേദന, ഇങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെ പ്രജാപരൻ എതിർത്തു. ഈ പ്രാണൻ അങ്ങനെ ഒരു പ്രാണൻ എതിർത്ത് നിന്നുവെങ്കിലും അവസാനം പ്രാണനും ക്ഷയിക്കാൻ തുടങ്ങി. അപ്പോൾ ക്ഷയിക്കാൻ തുടങ്ങിയപ്പോ എന്ത് പറ്റി? ഈ പ്രജാപരനെ കുറിച്ച് ഓർത്ത പുരഞ്ജനനും രാജവാസികളും ബന്ധുക്കളും ഒക്കെ അതിയായ ദുഃഖത്തിലാകപ്പെട്ടു. എന്ത് ചെയ്യും ഇനി? ഈ ശരീരം ക്ഷയിക്കാൻ തുടങ്ങിയില്ലേ, അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ എല്ലാവർക്കും ഒരു വേദനയായി മാറി. കാരണം നല്ല കാലത്തായിരിക്കും എല്ലാവരും നമ്മുടെ അടുത്തുണ്ടാവുക. ഈ ക്ഷയിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, നമ്മളും നമ്മുടെ ശരീരവും പിന്നെ ഉള്ളിലുള്ള ആ ചൈതന്യവും മാത്രമേ കാണൂ. ആ ചൈതന്യത്തിന് പുരന്ദരൻ അറിഞ്ഞതേ ഇല്ലല്ലോ. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. അതിയായ ദുഃഖത്തിലാകപ്പെട്ടു. അപ്പൊ പാഞ്ചാല രാജ്യത്തിലെ കിങ്കരന്മാർ കൊണ്ടുവന്ന, അപ്പൊ എന്ത് ചെയ്തു? പാഞ്ചാല രാജ്യത്തിലെ കിങ്കരന്മാർ കൊണ്ടുവരുന്ന കരം വാങ്ങിച്ചും അവര് മദ്യം സേവിക്കാൻ കൊടുക്കും. അതും സേവിച്ച് ശ്രീ സേവാ നിരതനായി തന്നെ പുരഞ്ജനൻ വീണ്ടും ഇത്രയുമൊക്കെ ആയിട്ടും പുരഞ്ജനൻ ഇതെല്ലാം സേവിച്ച് ഭയത്തെ വിസ്മരിച്ച് ബുദ്ധിക്ക് വീണ്ടും അടിമയായി അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇവിടെ 300 ചണ്ഡവേഗൻ എന്ന് പറഞ്ഞത് എന്താണ്? കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 300 എന്നുള്ളത് ഗന്ധർവികളെ രാത്രിയായും ഗന്ധർവന്മാരെ പകലായുമാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ ശരീരത്തിൽ ഓരോരോ അസുഖങ്ങൾ ബാധിച്ച് ആയുസ്സിനെ ക്ഷയിപ്പിച്ചു കൊണ്ടിരുന്നു. അതാണ് രാജധാനിയെ അപഹരിച്ചതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്രജാകരൻ എന്ന അതായത് പ്രാണൻ ശരീരത്തെ അപ്പോഴെല്ലാം സംരക്ഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ പാഞ്ചാല രാജ്യം എന്നത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? സ്പർശം, രസം, ഗന്ധം, രൂപം, ശബ്ദം എന്ന പഞ്ചതത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മദ്യം എന്ന് പറഞ്ഞാൽ തുച്ഛമായ വിഷയങ്ങളിൽ നിന്ന് സിദ്ധിക്കുന്ന അല്പനേരത്തെ ആഭാസ സുഖം. അപ്പൊ ദിനരാത്രങ്ങളാകുന്ന അവയവങ്ങളോട് കൂടിയ സംവത്സരം കാലം കഴിയും തോറും ശരീരശക്തി കുറയുന്നുണ്ടെങ്കിലും പ്രാണപ്രവൃത്തി നടന്നുകൊണ്ടിരുന്നതിനാൽ ശരീരം ക്ഷയിക്കാതെ അങ്ങനെ നിലനിന്നു വന്നിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ ഈ പ്രജാകരനെന്നും ഈ ഗന്ധർവന്മാരെയും കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പോയിക്കൊണ്ടിരുന്ന സമയത്ത്, നിത്യഭയം നേരിട്ടിരുന്ന കാലത്ത് മറ്റൊരു ഭയം കൂടി വന്നു ചേർന്നു പ്രജാകരന് ശരീരത്തിന്. എന്താണ്? കാലപുത്രിയായ ഒരു കന്യക വരം കാക്ഷിച്ച് ത്രിലോകത്തിലും ചുറ്റി നടക്കാൻ തുടങ്ങി. പക്ഷെ അവളെ ആരും സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അവൾക്ക് ഒരു പേരുമുണ്ട്, ദുർഭഗ എന്ന്. അപ്പോ ലോകത്തിൽ അവള് പ്രസിദ്ധമാണ്. പണ്ടേ രാജർഷിയായ ഒരു പുരു മാത്രമാണ് അവളെ സ്വയമേ വരിച്ചതും. യയാതിയുടെ പുത്രനായ പുരു പിതാവിന്റെ വാർദ്ധക്യത്തെയും ജരയെയും സ്വീകരിച്ച് തന്റെ യൗവനത്തെ നൽകിയ കഥയാണ് ഇവിടെ സ്മരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ സന്തുഷ്ടയായി അവൾ അദ്ദേഹത്തിന് നിരവധി വരങ്ങൾ കൊടുക്കുകയും പ്രദാനം ചെയ്തു. അപ്പം ഒരിക്കൽ നാരദ മഹർഷി പറയുകയാണ്, ഞാൻ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂലോകത്തിലേക്ക് വന്നത് അറിഞ്ഞ് അവൾ എന്നെയും ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് അറിഞ്ഞിട്ടും കൂടി കാമപരവശയായി അവൾ എന്നെയും വരിക്കാൻ വന്നു. പക്ഷെ ഞാൻ ആ യാചന സ്വീകരിക്കാത്തത് കൊണ്ട് അവൾ എന്നെ എന്തു ചെയ്തു? ശപിച്ചു. എന്താണ് ശപിച്ചത്? ഒരു സ്ഥലത്തും സ്ഥിരമായി ഇരിക്കാതാവട്ടെ എന്ന് എന്നെ ശപിച്ചു. അതെന്തായി? നാരദ മഹർഷിക്ക് അതൊരു അനുഗ്രഹമായി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരുന്നാൽ അവിടെ മമത വരും, ബാധ്യത വരും, പിന്നെ അവരോടുള്ള മമതയാവും, പിന്നെ നമ്മൾക്ക് അത് തന്നെയാണ് പിന്നെ നമ്മുടെ ജീവിതം അങ്ങനെ പോവും. അപ്പൊ നാരദ മഹർഷിക്ക് അതൊരു അനുഗ്രഹമായതുകൊണ്ട് നാരദ മഹർഷി അത് ശിരസാ വഹിച്ചു. അപ്പൊ ജരയ്ക്ക് ഇതിനെന്താണ് പറഞ്ഞത്? ജര എന്ന് പറയുന്നത് ഈ ജരയ്ക്ക് ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരിയെന്നോ നൈഷ്ഠിക ബ്രഹ്മചാരിയെന്നോ ഒരു ഭാവഭേദവുമില്ല. ആരുടെ അരികത്വമാണെങ്കിലും പ്രവേശിക്കും എന്നാണ് ഇതിന്റെ സാരം. ഭഗവത് ഭക്തി നിമിത്തം ജരാനരകൾ ബാധിക്കാത്ത വിധം പരിശുദ്ധ ശരീരനാണ് ആര്? നാരദ മഹർഷി. പക്ഷേ ലോകത്തിൽ സാധാരണ മനുഷ്യർക്കെല്ലാം ജര ബാധിക്കുകയും ചെയ്യും. അതാണ് ഈ കാലകന്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ജരയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ രാജാവിന്റെ പുരഞ്ജനി ഒരു വശത്തായി. അപ്പോ പുരഞ്ജനിയുടെ പിന്നെ ഒരു മുറിയിലേക്കായി. അപ്പൊ അടുത്ത് വേറൊരാൾ വന്ന് രാജാവിനൊരു ഭരിച്ചത് ആരാണ്? ഈ ജരാരൂപത്തിൽ വന്നതാണ് കാലകന്യ. അതിനാണ് കാലകന്യയായിട്ട് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പിന്നെ ആ
പിന്നെ ഒന്നുകൂടി നാരദ മഹർഷി ഭയങ്കര ഈശ്വരൻ എപ്പോഴും നാരായണ നാമം ചൊല്ലി നടക്കുന്ന ആളാണ്. ആ തേജസ് എപ്പോഴും ഉണ്ട് നാരദ മഹർഷിക്ക്, ആ ശക്തി ഉണ്ട്. അതുകൊണ്ട് ജരയെന്ന് നാരദ മഹർഷി ഒന്നും ബാധിക്കില്ല. നമുക്ക് തന്നെ അറിയാം മഹാത്മാക്കളുടെ ആ മുഖത്തെ തേജസ് എത്രയെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതുമാതിരിയാണ് നാരദ മഹർഷി. അദ്ദേഹത്തിന് ജരയൊന്നും ബാധിക്കേയില്ല. കാരണം അദ്ദേഹത്തിന് അത്ര നിർമ്മലമായ ഒരു മനസ്സും എപ്പോഴും ആ ഭഗവത് ചിന്തയിൽ നടക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഈ നാരദ മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കാല്യകന്യകയോട് പറഞ്ഞു, നീ യവനനെ പോയി വരിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പോയിട്ട് ഒരു പുരുഷനെ വരിച്ചു, അത് ഭർത്താവായിട്ട് വരിച്ചു. അത് ആരാണ്? യവനന്മാരുടെ രാജാവായ ഭയത്തെയാണ് അതിനങ്ങനെ അപ്പൊ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദിവ്യാധികളെ യവനന്മാരായിട്ടും മൃത്യുവിനെ യവനേശ്വരനായിട്ടുമാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ അല്ലയോ യവനവീര, അങ്ങയെ പതിയായി ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യവനവീരന്റെ അടുത്തേക്ക് ഈ കാലകന്യ എത്തിച്ചേർന്നു. എന്നിട്ട് ലൗകിക ന്യായത്തിലും ശാസ്ത്രവിധിയാലും ദാനം ചെയ്യേണ്ടതിന് ദാനം ചെയ്യാതെയും സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കാതെയും ഇരിക്കുന്ന രണ്ടു തരത്തിലുള്ള ജനങ്ങളും ആരാണ്? അജ്ഞരാണ്. അപ്പൊ ഇവരെ ചൊല്ലി സജ്ജനങ്ങൾ എന്നും ദുഃഖിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് എന്നെ സ്വീകരിച്ചാലും എന്നിൽ ദയ കാണിച്ചാലും. അപ്പൊ കാലകന്യയുടെ വാക്കുകൾ കേട്ട യവനേശ്വരൻ ദേവതമാർ കൂടി രഹസ്യമാക്കി വച്ചിട്ടുള്ള ചിലതിനെ പറയാൻ തുടങ്ങി. അപ്പൊ യവനേശ്വരൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ യവനേശ്വരന് മനസ്സിലായി ഇവൾക്ക് ആ സത്യം പറഞ്ഞു കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ ആ സത്യം പറഞ്ഞു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് അപ്പൊ അടുത്ത 3 ശ്ലോകങ്ങൾ കൊണ്ട് യവനേശ്വരന് പറഞ്ഞതിനെ പറ്റിയാണ് അടുത്ത് കാണിക്കുന്നത്. ലാസ്റ്റ് 3 ശ്ലോകം അതെന്താണ് കാണിക്കുന്നത്? നിനക്ക് ഇണങ്ങുന്ന ഭർത്താവ് ആരാണെന്ന് ഞാൻ യോഗശക്തി കൊണ്ട് മനസ്സിലാക്കുന്നു. നീ അമംഗളകാരിയും ആർക്കും ഇഷ്ടമില്ലാത്തതുമാകയാൽ ആരും നിന്നെ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഭവതി അവ്യക്തമായ ഗതിയെ സ്വീകരിച്ച് കർമാധീനമായ ലോകത്ത് ആകമാനം അനുഭവിച്ചാലും. അപ്പോ ഇങ്ങനെ ഈ ഭവതി അവ്യക്തമായ ഗതിയെ, ആരും അറിയാത്ത ഗതിയെ സ്വീകരിച്ച് കർമ്മനിരതനായി ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു യവനേശ്വരൻ. അപ്പൊ എന്റെ സൈന്യത്തിന്റെ കൂടെ ഭവതി സഞ്ചരിച്ചാലും അപ്പൊ അതുകൊണ്ട് ഭവതിക്ക് പ്രജാനാശം വരുത്തുവാൻ കഴിയും. ഭവതി എന്റെ സഹോദരിയായിരിക്കൂ. അപ്പൊ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, എന്റെ സഹോദരിയായിരിക്കൂ. പ്രജ്വരൻ എന്ന എന്റെ സഹോദരനോടും വലുതായ സൈന്യത്തോടും അവ്യക്തമായ മാർഗത്തിലൂടെ ഭവതിക്ക് സഞ്ചരിക്കാം. അപ്പോൾ എല്ലാവരും നിന്റെ ഭർത്താവെന്ന നിലയിലായി തീരുകയും ചെയ്യും എന്ന് യവനേശ്വരൻ കാലകന്യയോട്, ആ ജരയോട് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രജ്വരൻ എന്നത് ഭയത്തെയും സൈന്യം എന്നത് പ്രാരാബ്ധത്തെയും സൂചിപ്പിക്കുന്നു. ഇതാണ് പ്രാചീന ബർഹിസിന് നാരദ മഹർഷി മനസ്സിലാക്കി കൊടുത്ത ഈ ഒരു കഥ. അപ്പൊ ഈ കഥയിൽ എന്താണ് ഈ കഥയുടെ തത്വം എന്താണ്? അവസാനം ഭഗവത് പാതാരവിന്ദം മനസ്സിൽ ധ്യാനിച്ച് ജീവൻ വെടിയണം എന്നുണ്ടെങ്കിൽ ജീവാത്മാവ് പരമാത്മാവില് എത്തിച്ചേരണം എങ്കിൽ പുണ്യപാപ ഫലങ്ങൾ അതനുസരിച്ചായിരിക്കുമല്ലോ നമ്മള് ജീവാത്മാവ് പരമാത്മാവിൽ എത്തിച്ചേരുക. അതുകൊണ്ട് ഭഗവത് ഭക്തി, അതിനാൽ പുണ്യകർമ്മങ്ങളും ഭഗവത് ഭക്തിയും കൊണ്ട് ഓരോരുത്തരും കാലം കഴിച്ചു കൂട്ടണം എന്നാണ് പറയുന്നത്. വൃദ്ധരായാലും വിഷയസുഖങ്ങളിൽ മുഴുകിക്കഴിയാതെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ സന്യാസം, അവസാന കാലത്ത് ഈശ്വര ധ്യാനം ചെയ്ത് ഭഗവത് പാദങ്ങളിൽ സ്മരണയിൽ മുഴുകി ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരണം എന്നാണ് ഇതിന്റെ അവസാനം. ഇതിന്റെ സാരം അതാണ്. അപ്പൊ ഈ വാക്കുകൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മള് എല്ലാ കർമ്മം ചെയ്യുമ്പോഴും നമ്മള് ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഒന്നുമല്ല, ആ ശക്തിയെ നമ്മൾ അറിയുകയും എപ്പോഴും കീർത്തനങ്ങളും ഭാഗവതത്തിലൂടെ, ഈ ഭാഗവതം തന്നെ നമുക്ക് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ്. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയപ്പോഴത്തേക്ക് ഉദ്ധവനോട്
ഉദ്ധവൻ പറഞ്ഞു, കലിയുഗത്തിനെ രക്ഷിക്കാൻ ഇനി എന്തു ചെയ്യും ഭഗവാൻ പോയാൽ? അപ്പോൾ ഭഗവാൻ തന്നെ ഭാഗവതത്തിലോട്ട് ഞാൻ തന്നെ ഇതിലോട്ട് പ്രത്യക്ഷമായിരിക്കുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ് ഈ ഭാഗവതം തന്നെ. ഈ ഭാഗവതം എന്തിനാ നമുക്ക് തന്നത്? ഇതിലുള്ള കഥകൾ ശരിക്കും പഠിക്കാൻ, വായിച്ച് മനസ്സിലാക്കി അതിന്റെ തത്വങ്ങൾ സ്വീകരിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് ജീവിക്കണം. അപ്പോ കീർത്തനങ്ങളും ഈ സത്സംഗം വളരെ നല്ലതാണ്. സത്സംഗത്തിൽ കൂടെ നമുക്ക് ഭഗവത് പാദത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. മീൻസ് ഇത് ഏകാദശ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സത്സംഗം എന്ന് പറഞ്ഞാൽ 100 പുണ്യതീർത്ഥങ്ങൾ സഞ്ചരിക്കുന്നതിന് തുല്യമാണെന്ന്. അത്ര ഒരു പ്രാധാന്യമാണ് ഈ സത്സംഗത്തിനുള്ളത്. അപ്പോൾ നമ്മള് ഈ സത്സംഗവും അപ്പൊ നമ്മുടെ കുട്ടികളായി നമ്മളെ വാർദ്ധക്യം തുടങ്ങി, വാർദ്ധക്യം എന്നല്ല, നമ്മുടെ പ്രാരാബ്ധത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും അപ്പോഴും നമുക്ക് ചെയ്യുമ്പോഴും ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഭഗവാനിലേക്ക് എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിച്ച് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരണം എന്നാണ് ഇതിന്റെ സാരം. ഈ വാക്കുകൾ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കണം കേട്ടോ. പിന്നെ കായേന വാചാ മനസേന്ദ്രിയാർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്ത് പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഭഗവാനെ നാരായണ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പുരഞ്ജനോപാഖ്യാനം ഭംഗിയായിട്ട് അത് വേണ്ട പോലെ ശ്ലോകങ്ങളിലൂടെയും എന്താണോ എടുത്ത് കാണിക്കേണ്ടത് അത് എടുത്ത് കാണിക്കുകയും അവസാനം നല്ലൊരു സന്ദേശവും, യഥാർത്ഥത്തിൽ ധർമാർത്ഥകാമ മോക്ഷങ്ങളാണ് ചതുർത്ഥ സ്കന്ധത്തിലൂടെ കാണിക്കുന്നെങ്കിലും ഈ മോക്ഷം എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. അത് വേണ്ട പോലെ ആ പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്ത നാരദ മഹർഷിയുടെ മഹത്വത്തെ എടുത്തു കാണിച്ചു. നമുക്കും ശ്രമിക്കാം. കീർത്തനങ്ങളിലൂടെയും പാരായണത്തിലൂടെയും ഭാഗവതത്തിലൂടെയും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായം ഇതിനൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഏത് പ്രായത്തിലായിക്കോട്ടെ ഈ ഒരു ജ്ഞാനം ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താവണം? കർമ്മങ്ങളൊക്കെ ഈശ്വരനോട് ചേർത്ത് വെക്കുമ്പോൾ അത് സാധനയായി. അതിന് പ്രത്യേകിച്ച് ഒരു ആചാരം അല്ലെങ്കിൽ അനുഷ്ഠാനം പ്രത്യേകിച്ച് വേണ്ട എന്നുള്ളതാണ് അതിലൂടെ കാണിച്ചു തരുന്നത്. നമ്മളുടെ സ്വതവേയുള്ള നമ്മളുടെ ഈ ജീവിതം തന്നെ ഈശ്വര സമക്ഷത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആ സന്ദേശത്തിൽ കൊണ്ട് എത്തിക്കൽ തന്നെയായിരുന്നു ആ പ്രഭാഷണത്തിന്റെ കാമ്പ്. അത് അതിലേക്ക് എത്തിച്ചു എന്നുള്ളത് അതൊരു വലിയൊരു പോയിന്റാണ്. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ആ വനജ എം നായർ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇനിയും ഒക്കെ ധാരാളം ഭാഗവതത്തെ കുറിച്ച് അറിയുവാനും വായിക്കുവാനും ഇതുപോലെ പ്രഭാഷണങ്ങൾ ചെയ്യുവാനും ഒക്കെ വേദികളും അവസരങ്ങളും പിന്നെ സ്വയം ഇത് സാധന ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ അമ്മയ്ക്ക് ശക്തി കൊടുക്കട്ടെ, ആയുസ് കൊടുക്കട്ടെ, ആയുസോളം ആരോഗ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം.